ബിഗ് ബോസ് മലയാളം സീസൺ 7 റിവ്യൂയിലേക്ക് സ്വാഗതം. ഇന്നലത്തെ എപ്പിസോഡ് വന്നിട്ട് 50ാമത്തെ എപ്പിസോഡായിരുന്നു. 50ാമത്തെ വാർഷികം എല്ലാവരും ഒരു കേക്കൊക്കെ കട്ട് ചെയ്ത് എന്നിട്ടായിരുന്നു സെലിബ്രേഷൻ ചെയ്തു. എല്ലാവരും ചേർന്നിട്ട് ലാലേട്ടൻ വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ നിവിൻ കേക്ക് എടുത്ത് കഴിച്ചുകൊണ്ടേ ഉണ്ടായിരുന്നു. ഇത്രയും വലിയൊരു മനുഷ്യൻ എല്ലാവരും മൊത്തം വന്നിട്ട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ വന്ന് ഈ കേക്ക് എടുത്ത് കഴിക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് തോന്നി. ആരും അവിടെ കഴിക്കുന്നില്ല. എല്ലാവരും ഒരിക്കൽ കഴിച്ചു കഴിഞ്ഞു. പിന്നെയും എടുത്തെടുത്ത് തിന്നുമ്പോൾ അതൊരു മാനേഴ്സ് ഇല്ലാത്ത മാതിരിയാണ് നമുക്ക് അവിടെ ഫീലായത്. ചെറിയ കുട്ടിയൊന്നുമല്ലല്ലോ നിവിൻ, നല്ല മെച്യൂരിറ്റി ആയ ആളല്ലേ. ലാലേട്ടൻ പോയി കഴിഞ്ഞ ശേഷം എടുത്ത് കഴിക്കാമല്ലോ. ലാലേട്ടൻ്റെ മുൻവശത്ത് തന്നെ ഇങ്ങനെ എടുത്ത് കഴിക്കുമ്പോൾ ലാലേട്ടൻ പറഞ്ഞു, ശരി മോൻ എന്നാൽ വലിയ പീസ് എടുത്ത് കഴിക്കുമെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതേമാതിരി ഒരു പൊട്ടത്തരം വലിയ പീസ് എടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ലാലേട്ടൻ ഹനുമോൾ ടീം അക്ബർ ടീം പറഞ്ഞിട്ട് 2 ടീമായിട്ട് പിരിച്ചിട്ടുണ്ടായിരുന്നു. ആ 2 ടീമിനോടും ലാലേട്ടൻ പറഞ്ഞു, ഇത് നമ്മളെ കഥാപ്രസംഗം ചെയ്യാൻ പറഞ്ഞു. 2 വഴിക്കാരും നല്ല രീതിയിൽ കൂടെ കഥാപ്രസംഗം അവതരിപ്പിച്ചു. അത് നന്നായിരുന്നു, കാണാൻ നന്നായിരുന്നു. ആ കഥാപ്രസംഗമൊക്കെ കേൾക്കാനും നമുക്ക് നന്നായിരുന്നു. ഓരോരുത്തരും അവിടെ ആക്ടിങ് ചെയ്ത് ഓരോരുത്തരെ കുറിച്ചിട്ട് ആക്ട് ചെയ്ത് ഓരോരോ കാര്യങ്ങൾ അവിടെ പറയുന്നത് നല്ല ശരിക്കും കഥാപ്രസംഗം കേട്ടമാരൊരു ഫീൽ അവിടെ ഉണ്ടായിരുന്നു നമുക്കെല്ലാവർക്കും. പിന്നെ ഓരോരുത്തർ ഹൗസ് മേറ്റ്സുള്ള ഓരോരുത്തരെടുത്തും അവർ ഹാപ്പിയായി വിചാരിച്ചിരിക്കുന്ന കാര്യം എന്താണ്, അവർ റിഗ്രറ്റ് ചെയ്ത കാര്യം എന്താണ്, ജനങ്ങൾ എന്തുകൊണ്ടാണ് അവരെ ഇതിൽ നിർത്തിയിരിക്കുന്നത് എന്ന് ഈ 3 ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ ചോദിച്ചു ലാലേട്ടൻ. ഈ 3നുള്ള ആൻസേഴ്സും ഓരോരുത്തരായിട്ട് അവിടെ പറയണം. എന്തുകൊണ്ടാണ് എന്നുള്ളതും നമ്മൾ ഹാപ്പി ആയിട്ടിരുന്നത് എന്തുകൊണ്ടാണെന്നും നമ്മൾ റിഗ്രറ്റ് ചെയ്തത് എന്താണെന്നും ജനങ്ങൾ എന്തുകൊണ്ടാണ് അവരെ ഉള്ളിൽ വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ അവർ നന്നായിട്ട് പറഞ്ഞു. പിന്നെ എല്ലാവരും അവരവരുടെ ഒപ്പീനിയൻ നല്ല രീതിയിൽ കൂടെ പറഞ്ഞു. ഒക്കെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് തട്ടി സംസാരിച്ചു എന്നുള്ള രീതിക്ക് ലാലേട്ടൻ പറഞ്ഞു. ഓരോരുത്തരും പറഞ്ഞ കാര്യങ്ങൾ അത്രയും നന്നായിട്ട് ലാലേട്ടന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും നല്ല ഫീലിങ്സ് അവിടെ വരും. അതൊന്ന് എല്ലാവരും ഹൃദയത്തിൽ നിന്ന് പറഞ്ഞു എന്നുള്ള കാര്യം പറഞ്ഞു. പിന്നെ എലിമിനേഷനുള്ള 6 പേരോടും നിങ്ങൾ ഏറ്റവും ക്ലോസ് ആയവർ ആരാണ്, ഏറ്റവും അവർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യം ഇഷ്ടപ്പെടാത്ത കാര്യം എന്താണെന്നുള്ളത് ചോദിച്ചു. എല്ലാവരും അവരവർ ഓരോരോ ഒപ്പീനിയൻ പറഞ്ഞു. എലിമിനേഷനായിരുന്നു. എലിമിനേഷനിൽ 6 പേര് എലിമിനേഷനായല്ലോ. അവർ ഹൗസിൻ്റെ വെളിയിൽ നിൽക്കാൻ പറഞ്ഞു. ഹൗസിലുള്ള ഒരാളെ കൊണ്ട് പുറത്ത് കുറച്ച് പൂമാലയൊക്കെ വെച്ചിട്ടുണ്ടാവും, ഒരു കോയിനും വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒരാൾ പുറത്ത് വന്നിട്ട് ഈ കോയിൻ ഒരിക്കുമ്പോൾ ആരാണ് അതിൽ സേവ് എന്ന് കാണാൻ പറ്റും. അപ്പോൾ അവരിനെ വന്ന് ഈ പൂമാല ഇട്ടിട്ട് അകത്തേക്ക് കൂട്ടിയിട്ട് പോകണം. അങ്ങനെ 4 പേരെയും കൂട്ടിയിട്ട് പോയി. അതേപോലെ ആദിലിനെയും കൂട്ടിയിട്ട് പോയി. ആദിലിനെ കൂട്ടിയിട്ട് പോകുന്ന സമയത്ത് നമ്മുടെ നൂറയും അനുമോളും ആ സന്തോഷത്തിൽ ഓടി വന്ന് ഹൗസിൻ്റെ വെളിയിൽ വന്ന് ഹഗ് ചെയ്ത് ഉള്ളിൽ കൂട്ടിയിട്ട് പോയില്ലേ. ലാലേട്ടൻ അത് ഭയങ്കര ദേഷ്യമായി. എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചെയ്തത്? എല്ലാവരും ഹൗസിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മാത്രം എന്താ അങ്ങനെ ഉള്ളത്, നിങ്ങൾ മാത്രം എന്താണ് സെപ്പറേറ്റ് ആണോ എന്നുള്ള രീതിക്ക് അവിടെ സംസാരിച്ചു. അവർക്കത് ഭയങ്കര ഹേർട്ടായി. അയ്യോ ഞങ്ങൾ അത്രയും വിചാരിച്ചില്ല, സന്തോഷത്തോടു കൂടി ഓടി വന്നതായിരുന്നു ഇവർ, പക്ഷെ അതത്രയും വിചാരിച്ചില്ല എന്നുള്ള രീതിക്ക് പറഞ്ഞു. പിന്നെ നമ്മുടെ എലിമിനേഷനായത് റെനയാണല്ലോ. അപ്പോൾ റെന എലിമിനേഷനായിട്ട് ലാലേട്ടൻ്റെ അടുത്ത് പോയപ്പോൾ റെന പറഞ്ഞു, ലാലേട്ടൻ ചോദിച്ചു റെനയോട്, റെന ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ വന്ന സമയത്തേ പറഞ്ഞു അത്രേ 50 ദിവസങ്ങൾ എനിക്ക് ബിഗ് ബോസിൽ ഇരിക്കണം എന്നുള്ള രീതിക്ക് റെന പറഞ്ഞു അത്രേ. അതേമാതിരി 50ാമത്തെ ദിവസം റെന ഔട്ടായി. അപ്പോൾ റെനയോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് റെന നീ സ്റ്റാർട്ടിങ്ങിൽ ഈ ഒരു വാക്ക് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നുവല്ലോ, എന്തുകൊണ്ടാണ് നീ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ ഇൻറ്റ്യൂഷൻ തോന്നിയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പോൾ പുറത്താകുന്ന സമയത്ത് നിനക്ക് തോന്നിയെന്ന് ചോദിച്ചപ്പോൾ അപ്പം തോന്നിയില്ല എന്നും പറഞ്ഞു റെന. ഞാൻ ഇന്നിപ്പോൾ ഔട്ടാവുന്നുള്ളത് എൻ്റെ മനസ്സിൽ തോന്നിയില്ല എന്നുള്ള രീതിക്ക് റെന പറഞ്ഞു. ഓരോരുത്തർക്കും ഓരോന്ന് ആ മനസ്സിൽ ഫീലിങ്സ് വരുന്നത് അറിയാൻ പറ്റുമല്ലോ, കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുമല്ലോ. ഇതൊക്കെയായിരുന്നു ഇന്നലെ നടന്ന എപ്പിസോഡ്. മറക്കാതെ ജയാസ് ലൈഫ് സ്റ്റൈൽ ചാനൽ കാണുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്കും കമൻറ്റും ചെയ്യുക. അതേ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നമുക്ക് നാളെ കാണാം. ബൈ.